നമസ്തേ. വാൽമീകി രാമായണം അയോധ്യാകാന്ഡം തുടരുന്നു. ഓം വാഗീശാദ്യാ സുമനസ സർവാർത്ഥനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാസ്യുസ്തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീമക്ഷമാലാം ദധാന ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുഗം പുസ്തകം ചാപരേണ ഭാസാകുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാമൈ വാഗ്ദേവദേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അയോധ്യാകാന്ഡം സപ്തദശ സർഗ 17-ാം സർഗമാണ്. അന്ന് അഭിഷേകം നടക്കേണ്ടുന്ന ദിവസമാണ്. രാജാവ് സുമന്ത്രരെ വിട്ട് വിളിപ്പിച്ച പ്രകാരം ശ്രീരാമചന്ദ്രസ്വാമി തൻ്റെ പിതാവിൻ്റെ സൗധത്തിലേക്ക് എഴുന്നള്ളുന്നു. ചുറ്റും കൂടി നിൽക്കുന്ന ജനതതി ഇന്ന് തന്നെ അഭിഷിക്തനാകാൻ പോകുന്ന രാജകുമാരനെയാണല്ലോ കാണുന്നത്. വളരെ സന്തോഷപൂർവ്വം ആഹ്ലാദപൂർവ്വം അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളൊക്കെ പ്രകീർത്തിച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത് കണ്ട് നേരെ പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു സംശയലേശമിന്നി വനത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറാവുന്ന ഒരു രാജകുമാരനെ നമ്മൾ കാണുന്നു. അതാണ് ഇതിൽ ശ്രീരാമാഗമനം. ശ്രീരാമൻ ദശരഥ മഹാരാജാവിൻ്റെ അടുക്കൽ വരുന്നത്. സരാമോ രഥമാസ്തായ സംപ്രഹൃഷ്ടസുഹൃജ്ജന പതാകാധ്വജ സമ്പന്നം മഹാർഹാഗരുധൂപിതം അവശ്യം നഗരം ശ്രീമാൻ നാനാജനസമാകുലം സഗൃഹൈരപ്രസംഗാശൈഃ പാണ്ഡുരൈരുപശോഭിതം രാജമാർഗം യയൗ രാമോ മധ്യേനാഗരുധൂപിതം ചന്ദനാനാം ച മുഖ്യാനാമഗരൂണാം ച സഞ്ജയൈഃ ഉത്തമാനാം ച ഗന്ധാനാം ക്ഷൗമകൗശാംബരസ്യ ച അവിദ്ധാഭിശ്ച മുക്താഭിരുത്തമൈഃ സ്ഫാടികൈരപി ശോഭമാനമസംബാധം തം രാജപഥമുത്തമം സംവൃതം വിവിധൈഃ പണൈർഭക്ഷൈരുച്ചാവജൈരവി ദദർശതം രാജപഥം ദിവി ദേവപഥം യഥാ തിഥ്യക്ഷതഃ ഉർലാജൈർധൂപൈരഗരുചന്ദനൈഃ നാനാമാല്യോപഗന്ധൈശ്ച സദാഭ്യർച്ചിതതത്വരം. രഥത്തിൽ കയറിക്കൊണ്ട് സർവപ്രകാരത്തിലും സന്തോഷത്തോടു കൂടിയവരായ ശോഭന മനസ്കന്മാരായ ജനങ്ങളോട് കൂടിയവനായ ശ്രീമാനായ ആ ശ്രീരാമൻ നഗരത്തെ പതാക, ധ്വജം എന്നിവയോട് കൂടിയതായും അത്യുത്തമമായ അകിൽ പുകയ്ക്കപ്പെട്ടതായും നാനാജനങ്ങളാൽ നിറയപ്പെട്ടതായും കണ്ടു. ആ ശ്രീരാമൻ മേഘത്തിനൊത്തവയായ വെളുവെളുത്ത ഭവനങ്ങളാൽ ഇരുപാടും വിളങ്ങുന്നതും അകിൽ പുകച്ചതുമായ രാജവീഥിയിൽ നടുവിൽ കൂടി എഴുന്നള്ളി. ദേവലോകത്തിൽ ശ്രേഷ്ഠവും എല്ലായ്പ്പോഴും ദേവന്മാർ സഞ്ചരിക്കുന്ന മാർഗം പോലെയുള്ളതും നഗരവീഥികളിൽ വച്ച് വിശേഷപ്പെട്ടതും ഉത്തമവും വിസ്താരമുള്ളതുമായ ആ രാജമാർഗത്തെ നല്ല ചന്ദനങ്ങളുടെയും അകിലുകളുടെയും ശ്രേഷ്ഠങ്ങളായ വാസനദ്രവ്യങ്ങളുടെയും കലർപ്പില്ലാത്ത പട്ടുകലർന്നവയും ആയ വസ്ത്രങ്ങളുടെയും സമൂഹങ്ങളാലും തുളയ്ക്കാത്ത പുതിയ നന്മുത്തുകളാലും ശ്രേഷ്ഠങ്ങളായ സ്ഫടികങ്ങളാലും വിലസുന്നതായും വിവിധങ്ങളായ വ്യാപാര ചരക്കുകളാലും പലമാതിരിയായ ഭക്ഷ്യങ്ങളാലും തൈർ, അക്ഷത, നെയ്യ്, പൊരി എന്നിവയാലും നിറയപ്പെട്ടതായും പരിമള വസ്തുക്കളാലും അകിൽ, ചന്ദനം എന്നവയാലും നാനാമാതിരിയായ മണമാർന്ന മാലകളാലും പൂജിക്കപ്പെട്ട ചത്വരങ്ങളോട് കൂടിയതായും സന്ദർശിച്ചു. ആശീർവാദാൻ ബഹൂൻ ശൃണ്വൻ സുഹൃദ്ഭി
സമുദീരിതാൻ യഥാഹം ചാപി സംപൂജ്യ സർവാനേവ നരാഞ്ജയൗ പിതാമഹൈരാചരിതം തഥൈവ പ്രപിതാമഹൈഃ അദ്യോപാദായ തം മാർഗമഭിഷിക്തേ അനുപാലയ യഥാ സ്മലാളിതാ പിത്രാ യഥാ പൂർവൈ പിതാമഹൈഃ തദ സുഖതരം സർവേ രാമേ വത്സ്യാമരാജനെ അലമദ്യ ഹി ഭുക്തേന പരമാർത്ഥൈരലം ജന യഥാ പശ്യാമ നിര്യാന്തം രാമം രാജ്യേ പ്രതിഷ്ഠിതം അതോ ഹിന പ്രിയതരം നാന്യത് കിഞ്ചിത് ഭവിഷ്യതി ഏതാശ്ചാന്യാശ്ച സുഹൃദാമുദാസീന കഥാശുഭാ ആത്മസംപൂജനീ ശൃണ്വൻ യയൗ രാമോ മഹാപഥം നഹി തസ്മാന്മന കശ്ചിശ്ചക്ഷുഷീ വാ നരോത്തമാത് നരശക്നോദ്യപാകൃഷ്ടുമതിക്രാന്തേവി രാഘവേ. പുണ്യാത്മാക്കളാൽ ഉര ചെയ്യപ്പെട്ട പല ആശീർവാദ വചനങ്ങളെ കേട്ടുകൊണ്ട് അദ്ദേഹം എല്ലാ ജനങ്ങളെയും അവരവർക്ക് യോജിച്ച മാതിരി തന്നെ അങ്ങനെ കടാക്ഷിച്ചുകൊണ്ട് എഴുന്നള്ളി. ഇന്നേ ദിവസം പട്ടാഭിഷേകം ചെയ്യപ്പെട്ടവനായി മുത്തശ്ശന്മാരാലും മുതുമുത്തശ്ശന്മാരാലും അനുഷ്ഠിക്കപ്പെട്ടതായ ആ മുറയെ തന്നെ അനുസരിച്ച് അതേ വിധം തന്നെ നിന്തിരുവടി പരിപാലിക്കുമാറാകണം. അച്ഛൻ തിരുമേനിയാൽ എപ്രകാരം മുമ്പുള്ള കാരണവന്മാരാലും എപ്രകാരം ഞങ്ങൾ പരിപാലനം ചെയ്യപ്പെട്ടുവോ അതിലും അതിസുഖമായി നാം എല്ലാവരും ശ്രീരാമൻ രാജാവായി വാഴുന്ന കാലം വസിക്കുമാറാകും. രാജ്യപരിപാലനത്തിൽ നിയമിക്കപ്പെട്ടവനായി എഴുന്നള്ളുന്നവനായ ശ്രീരാമനെ ഇപ്പോൾ നാം കൺകുളിർക്കെ പ്രത്യക്ഷത്തിൽ കാണുന്നു. ആകയാൽ നമുക്ക് ഐഹിക സുഖത്തിൽ ആഗ്രഹമില്ല, ഉത്തമങ്ങളായ സ്വർഗാദി സുഖങ്ങളിലും കൂടി ഇച്ഛയില്ല. അളവറ്റ തേജസ്സോടു കൂടിയവനായ ശ്രീരാമൻ്റെ യുവരാജ്യാഭിഷേകമെന്നുള്ളത് എപ്രകാരമായുള്ളതോ അപ്രകാരമുള്ളതും അതിനു മേലെയുള്ളതുമായ നമുക്ക് അത്യന്തപ്രിയമായുള്ള മറ്റൊന്നും ഉണ്ടാക തന്നെ ഇല്ല എന്നിങ്ങനെയും മറ്റും തന്നെ ബഹുമാനിക്കുന്നവയായ മംഗളകരങ്ങളായ പുണ്യജനങ്ങളുടെ വാക്കുകളെ ചെവിക്കൊണ്ടവനായി ശ്രീരാമൻ പ്രീതിദ്വേഷരഹിതനായി നിർവികാരനായി രാജവീഥിയിൽ കൂടി എഴുന്നള്ളി. ശ്രീരാഘവൻ വളരെ ദൂരത്തെത്തി കഴിഞ്ഞിട്ടും കൂടി പുരുഷോത്തമനായ അദ്ദേഹത്തെ വിട്ട് മനസ്സിനെയാകട്ടെ ഇരു കണ്ണുകളെയാകട്ടെ വേറെ ദിക്കിലേക്കാക്കുവാൻ ആർക്കും സാധിച്ചില്ല. യശ്ച രാമം ന പശ്യേത്തുയം ച രാമോ ന പശ്യതി നിന്നിത സവസേ ലോകേ സ്വാത്മാപ്യേനം വിഗർഹതേ സർവേഷാം ഹി സ ധർമാത്മാ വർണ്ണാനാം കുരുതേ ദയാം ചതുർണാം ഹി വയസ്ഥാനാം തേന തേ തമനുവ്രതാഃ ചതുഷ്പഥാൻ ദേവപഥാം ചൈത്യാന്യായതനാനി ച പ്രദക്ഷിണം പരിഹരജഗാമ നൃപതേ സുതം സ രാജകുലമാസാദ്യ മേഘസംഖോപമൈ ശുഭൈഃ പ്രാസാദശൃംഗൈർവിവിധൈഃ കൈലാസശിഖരോപമൈഃ ആവാരയദ്ഭിഗഗനം വിമാനൈരിവ പാണ്ഡുരൈഃ വർദ്ധമാനഗൃഹൈശ്ചാപി രത്നജാലപരിഷ്കൃതൈഃ തത്പൃഥിവ്യാം ഗൃഹവരം മഹേന്ദ്രസദനോപമം രാജപുത്ര വിദുർവേശ്മ പ്രവിവേശ ശ്രിയാജ്വലൻ സകക്ഷ്യാധന്വിഭിർഗുപ്താസ്തിസ്രോ അതിക്രമ്യ വാജിഭി പദാതിരപരേ കക്ഷ്യേ ദ്വേ ജഗാമ നരോത്തമാ സ സർവാ സമതിക്രമ്യ കക്ഷ്യാ നരവരാത്മജ സംനിവർത്തിയ ജനം സർവം ശുദ്ധാന്തപുരമഭ്യഗാത്. യാതൊരുവൻ ശ്രീരാമനെ ഉള്ളവണ്ണം അറിയാതിരിക്കുന്നുവോ? ശ്രീരാമൻ യാതൊരുവനെ അനുഗ്രഹിക്കുന്നില്ലയോ? അവൻ ലോകത്തിൽ തുച്ഛനായി ജീവിതത്തെ നയിക്കും. തൻ്റെ സ്വന്തം ആത്മാവ് തന്നെ ഇവനെ കാലക്രമത്തിൽ നിന്ദിക്കും. കൃപ ചെയ്ത് അനുഗ്രഹിക്കുന്നത് തന്നെ വ്രതമായി കൈക്കൊണ്ട പുണ്യാത്മാവായ അദ്ദേഹം 4 ജാതികൾക്കും ശൈശവം മുതൽ വാർദ്ധക്യം വരെയുള്ള ഏത് വയസ്സിലുള്ള എല്ലാവർക്കും ശരണം നൽകുന്നു. അക്കാരണത്താൽ തന്നെ അവർ അദ്ദേഹത്തെക്കുറിച്ച് അചഞ്ചല ഭക്തിയുക്തന്മാരായിരിക്കുന്നു. രാജകുമാരനായ ശ്രീരാമൻ സന്യാസിമാരെയും അരയാൾ തറകളെയും ദേവാലയങ്ങളെയും
യാഗശാലകളെയും പ്രദക്ഷിണമായി ചെന്നുകൊണ്ട് എഴുന്നള്ളി. സ്വാഭാവികമായ ശ്രീകൊണ്ട് തേജോമയമായി വിലസുന്ന രാജകുമാരനായ അദ്ദേഹം മേഘനിവഹമൊത്തവയും ഭംഗിയേറിയവയും കൈലാസ ശിഖരം പോലെയുള്ളവയും വെളുവെളുത്തവയും ആകാശത്തെ തന്നെ മറയ്ക്കുന്നവയും ആയ വിമാനങ്ങളാലും പലവിധങ്ങളായ മണിമേടകളാലും രത്നസമൂഹങ്ങളാൽ നിർമ്മിക്കപ്പെട്ടവയും അഭിവൃദ്ധിയുണ്ടാകത്തക്കവണ്ണം ശില്പശാസ്ത്രപ്രകാരം കെട്ടപ്പെട്ടവയുമായ ഭവനങ്ങളാലും ഇന്ദ്രഭവനത്തെ പോലെ ഇരിക്കുന്നതും ലോകങ്ങളിൽ ഗൃഹങ്ങളിൽ വെച്ച് ഉത്തമമായതും പിതാവിൻ്റെ വസതിയായും പാരമ്പര്യമായി തന്നെ പൂർവ്വ രാജാക്കന്മാരുടെ അരമനയായുള്ളതുമായ അതിനെ നോക്കി എഴുന്നള്ളി. പുരുഷോത്തമനായ അദ്ദേഹം വില്ലാളികളാൽ കാവൽ കാക്കപ്പെട്ട 3 കെട്ടുകളെ തേരിൽ പൂട്ടിയ കുതിരകളോടുകൂടി കടന്നു ചെന്ന് മറ്റു 2 കെട്ടുകളെ കാൽനടയായി കടന്നു. ചക്രവർത്തി സുതനായ അദ്ദേഹം കെട്ടുകളെല്ലാം കടന്നു ചെന്ന് എല്ലാ ജനത്തെയും മെല്ലെ വിലക്കിക്കൊണ്ട് മഹാരാജ്ഞിയുടെ അന്തഃപുരത്തിൽ പ്രവേശിച്ചു. തദപ്രവിഷ്ടേ ദുരന്തികം തദാ ജനസ സർവോ മുദിതോ നൃപാത്മജേ പ്രതീക്ഷതേ തസ്യ പുനശ്ച നിർഗമം യഥോദയം ചന്ദ്രമസ സരിത്പതി. മഹാരാജകുമാരൻ താത സമീപത്തിൽ എഴുന്നള്ളിയ സമയം ആ ആനന്ദഭരിതരായ ജനം മുഴുവനും സമുദ്രം ചന്ദ്രൻ്റെ ഉദയത്തെ എന്ന പോലെ അദ്ദേഹത്തിൻ്റെ പുനരാഗമനത്തെ അവിടെ നിന്നു തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ അയോധ്യാകാണ്ഡേ സപ്തദശ സർഗം 17-ാം സർഗം സമാപ്തം. നമസ്തേ.